ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പം എല്ലാവർക്കും സ്കൂളൊക്കെ റീ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഒന്ന് ആളാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കിയാലും. നിങ്ങൾക്ക് പലർക്കും ഇതൊരു ആവശ്യ സംഭവം മാത്രമാണ് വെച്ചാൽ നിങ്ങൾ ടീച്ചേഴ്സ് വരുന്ന ഹോംവർക്ക് മറക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറക്കുകയോ എന്തെങ്കിലുമൊക്കെ ആക്കുകയാണെങ്കിൽ ഈ നോട്ട് പാഡിലോ ഈ നോട്ട്ബുക്കിൽ മിനി നോട്ട്ബുക്കായിട്ട് ഇതിൽ എഴുതി വെക്കാം. നമുക്ക് മറക്കാണ്ട് പിറ്റേന്ന് തിരിച്ച് കൊണ്ടുപോയിട്ട് ഇതാക്കാം. പിന്നെ ഈ ബുക്കും നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കൊന്ന് കുട്ടികളുടെ ഇടയിലൊക്കെ ഒന്ന് ആളാവാം, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ. ഒരു അസൈൻമെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് 8 പേജസ് കിട്ടും. എന്ന് വെച്ചാൽ 4 പാർട്ടീഷനായിട്ട് കട്ടാക്കും. ആ 4 പാർട്ടീഷൻസ് മടക്കിയാൽ നമുക്ക് 8 പേജസ് ആയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ 3 അസൈൻമെൻറ്റ്സ് കൊണ്ടായിട്ട് ഉണ്ടാക്കുന്നത്. അന്ന് നോട്ട് ബുക്ക് ഉണ്ടാക്കി അതേ വേ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. ഗ്ലൂ ഒട്ടിച്ചിട്ടുള്ളത് മിനിയല്ലേ, പെട്ടെന്ന് അധികം കാലം നമുക്ക് ഉപയോഗിക്കില്ലല്ലോ എന്തായാലും. ഇത് പെട്ടെന്ന് നമ്മൾ ഏകദേശം മാറ്റും, എന്നാലും കുറേ കാലം ഉപയോഗിക്കാം. ഈ മെത്തേഡൊക്കെ യൂസ് ആക്കിയാൽ കുറേ നേരം ഗ്ലൂ വെച്ചിട്ട് 2-3 ലെയർ കോട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചാൽ പെട്ടെന്നൊന്നും പറഞ്ഞു പോവില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഗ്ലൂ ഒട്ടിച്ച് മാറ്റി വെച്ച് അതവിടെ മാറ്റി വെക്കാം കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒന്ന് പൊതിയൊന്ന് തയ്യാറാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത്ര ആർഭാടം വേണമെന്നില്ലെങ്കിൽ നോർമൽ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. പക്ഷേ ഇത് ഞാൻ കുറച്ചൊന്ന് ആർഭാടാക്കിയതല്ല, ഒന്ന് മൊഞ്ച് വേണ്ടൊക്കെ കാണാൻ. അതിനുവേണ്ടി ഞാൻ ബ്രൗൺ പേപ്പർ കൊണ്ടെടുത്തത്. ഇപ്പം ഫുൾ ബ്രൗൺ പേപ്പറും കൊണ്ടാണ് ക്രാഫ്റ്റ്. അതിനായിട്ട് പഴയ ബുക്കിൻ്റെ ഏതൊരു ചെറിയൊരു അധികം തിക്നെസ് ഇല്ലാത്തൊരു ചട്ട എടുത്തിട്ട് അതിലോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 3 പാർട്ടീഷൻ ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. ബുക്കിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് നടുവിലുള്ള ഭാഗം കട്ടി കൂട്ടുകയും കട്ടി കുറയ്ക്കുകയും ചെയ്യണം. പിന്നെ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ആ പേജസും ഒന്ന് കവറിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊതി ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ വിസിബിളായിട്ട് കാണും. ഇതിപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് മറ്റെല്ലാ ഇതിലും ഞാൻ ഇതേപോലെ ചെയ്തിക്ക്. ഇതുവരെ കഴിഞ്ഞാൽ ബുക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മുൻവശത്ത് ഒരു ലോക്ക് പോലെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പീസ് ഓഫ് ബ്രൗൺ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. വീഡിയോയിലേക്ക് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ ചെറിയൊരു ലോക്ക് പോലെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കുന്ന വേറൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഈ ഷേപ്പിൽ കട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടെടുത്തേക്കാം. പിന്നെ അവിടെ കുറച്ചും കൂടെ ആഡംബരമാക്കി ഞാനൊരു ബ്ലാക്കിങ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എന്തെല്ലോ എഴുതി കൊടുത്തേക്ക്. കുറച്ച് സ്റ്റാറും കുറച്ച് ലവ് ചിഹ്നവും ഇതൊക്കെ കുറച്ചും കൂടി ഭംഗിയായി കിട്ടും നമുക്ക് നോട്ട്ബുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. കളർ പേപ്പറോട് കളർ പേപ്പർ ഡിസൈൻ ചെയ്യാം. വൈറ്റ് പേപ്പറിൽ കളർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.